ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവ വെച്ചുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിന് വേണ്ട ചേരുവകൾ നോക്കാം. 1 കപ്പ് റവ വേണം, ഏത്തപ്പഴം ഒരെണ്ണം, ഒരു മുട്ട വേണം, മൈദ വേണം, നെയ്യ് വേണം, പിന്നെ കുറച്ച് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വേണം. അപ്പോൾ ഇത്രയുമാണ് ചേരുവകൾ. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ജാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം ഒരുമിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പഞ്ചസാര ചേർത്തു, അത് ഞാൻ കാണിച്ചില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പഞ്ചസാരയും കൂടെ ചേർക്കണം. പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് ശർക്കര ചേർക്കാം. കിണ്ണത്തപ്പത്തിന് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് പാത്രമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന ഒരു കുഴിയുള്ളൊരു പാത്രം, പരന്നൊരു പാത്രം വേണം. ബാറ്റർ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി ഞാനിവിടെ ഒരു ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതാ അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇനി ആവി വന്നിട്ട് ഇത് വെന്ത് വരണം. ആവി വന്നതിന് ശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സാധാരണ ഈർക്കിൽ വെച്ച് കുത്തി നോക്കുക. ക്ലിയറായിട്ട് വരുമ്പോൾ അത് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എടുത്ത് കട്ട് ചെയ്ത് കാണിക്കാം. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.